ലൂസിഡ് ഡ്രീം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തോന്നുവാണ് നമ്മളിപ്പോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു റിയലൈസേഷൻ ഡ്രീമുകൾക്കിടയിൽ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ലൂസിഡ് ഡ്രീമിംഗ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോ നിങ്ങൾക്ക് ലൂസിഡ് ഡ്രീമിംഗ് ചെയ്യണം, പക്ഷെ ഇതുവരെയും ലൂസിഡ് ഡ്രീമിംഗിന്റെ പടി പോലും എത്തിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ചുമ്മാ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ടൈം നോക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കുന്ന ശീലം, അതേപോലെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ശീലം, ചില കാര്യങ്ങൾ രണ്ടാമത് വായിക്കുന്ന ഹാബിറ്റ്, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഹാബിറ്റ്സ് ഒക്കെ ഡ്രീം കാണുന്ന സമയത്തും ട്രാൻസ്ഫർ ആയിക്കോളും. അപ്പൊ അവിടെയും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അറിയാതെ തന്നെ ഡ്രീമിന്റെ റിയാലിറ്റി ചെക്ക് ചെയ്യുകയും നമുക്ക് അവിടെ ലൂസിഡ് ഡ്രീമിംഗിന്റെ ഡോർ ഓപ്പൺ ആകാനും അവിടെ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ലൂസിഡ് ഡ്രീമിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാല്, നിങ്ങൾ ഒരിക്കലും റഷ് ആവരുത്. നമ്മൾ എവിടാണോ നിൽക്കുന്നത് അതൊന്ന് നിരീക്ഷിക്കുക. എന്തെങ്കിലും റീഡിങ്സ് ഉണ്ടെങ്കിൽ അത് വായിക്കുക, മനസ്സിലാക്കുക. കൂടുതൽ ആ ഒരു ഡ്രീം എൻവയോൺമെന്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. അവിടെ എന്തെങ്കിലും ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് തൊട്ടു നോക്കുക, അതിന്റെ ടെക്സ്ചർ അറിയുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ റബ്ബ് ചെയ്യുന്നത്, പിന്നെ നിൽക്കുന്നിടത്തുനിന്ന് ചുമ്മാ കിടന്ന് തിരിയുന്നത്. വൺസ് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഡ്രീം സ്റ്റേബിൾ ആവാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് വരുന്നതാണ് കൺട്രോള്. സോ അപ്പോഴാണ് കൺട്രോൾ വരുന്നത് തന്നെ. നമുക്ക് നെക്സ്റ്റ് മൊമെന്റ് തൊട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാല്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ബീച്ചിൽ നിൽക്കുവാണ്. ബീച്ചില് ഞാനൊരു ഡോറ് കണ്ടു. ഓക്കെ, ഞാൻ ഡോറിന്റെ ബാക്കിൽ നിന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഓക്കെ ഡോർ തുറക്കുമ്പോൾ എനിക്ക് സ്കൂളിലേക്ക് പോകണം. സോ ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്യാണ്, ഓക്കെ ഡോർ തുറക്കുമ്പോൾ സ്കൂളാണ്, സോ ഞാൻ ഡോർ തുറക്കുമ്പോൾ സ്കൂളായിരിക്കും. ഇങ്ങനെ ഒരു കൺട്രോളിങ് നമുക്ക് വളരെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു കൺട്രോൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ ഇൻസെപ്ഷൻ മൂവി സീൻസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും. അവിടെ ഡ്രീം കൺസ്ട്രക്ട് ചെയ്യുന്നതും പതുക്കെ പതുക്കെ തോട്ട്സ് കൂടുന്തോറും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രീം എൻവയോൺമെന്റ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ ആ മൂവിയിലെ കുറച്ച് സീൻസിൽ കൂടെ കണ്ടിട്ടുണ്ട്.